നീ മര്യാദക്ക് എന്റെ കമ്മലൊന്നും അല്ലെങ്കിൽ സ്വഭാവം മാറി. നീ ഒന്ന് സ്വഭാവം മാറ്റി കാണിച്ചു തന്നു. സാറേ ഇവര് കമ്മലെടുത്തെന്നാണ് സാറേ ഞങ്ങൾ. നിങ്ങളാണ് ഞാൻ കമ്മലെടുക്കുന്നത്. ഇവരൊക്കെ കണ്ടിട്ടുണ്ട് ഇവളൊക്കെ കയ്യിൽ കമ്മലുള്ളത്. ഞാൻ ചോദിക്കുന്നത് കമ്മൽ ഇവിടെയാണോ കളഞ്ഞ ഉറപ്പുണ്ടോ? മുക്കാപ്പവന്റെ മുതല ചാൻസലറാണിമാരെല്ലാരും ഉണ്ടല്ലോ. കമ്മല് തപ്പി നടക്കുമായിരിക്കും അല്ലേ? കമ്മലേ എനിക്ക് കിട്ടി. ഞാൻ വെള്ളം അടിച്ച കൂട്ടത്തിൽ ഇതിലങ്ങ് വിഴുങ്ങി. ഒരു കലാകാരൻ ചിലപ്പോൾ കലാപകാരിയാവും, അല്ലെങ്കിൽ നസ്ലറ്റാവും, അല്ലെങ്കിൽ തീവ്രവാദിയാവും. ഞാനൊരു ഭ്രാന്തനാകും, ഭ്രാന്തൻ. അപ്പൊ ഇവനാണല്ലേ കമ്മലെടുത്തത്? ഈ കുടുംബത്തിന് വേണ്ടി ഇടപെട്ടതാ, അത് വലിയ പാരയായി. അല്ല അളിയനെ ഇന്നലെ വലിയ ആക്രമിക്കായിരുന്നു. സാറിനറിയോ, നിരാലംബയും ദുർബലമായ ഒരു പാവപ്പെട്ട സ്ത്രീയെ കൂട്ടത്തോടിട്ട് ആക്രമിക്കുന്ന കണ്ടപ്പോൾ ഞാൻ കയറി ഇടപെട്ടു. ഒരു അയൽവക്കക്കാരനും സഹോദരൻ എന്ന നിലയിൽ മാത്രം. പക്ഷെ അതിപ്പോൾ വലിയ കുരിശായി സാറേ. അവരെന്നെ സ്റ്റേജിൽ കയറിയ കൂട്ടിയിട്ട് കത്തിക്കുമെന്ന് പറയുന്നത്. സാറേ അവരെന്നെ മെഡലി ഓഫ് ഫ്ലാട്ടൊക്കെ ഉണ്ടല്ലോ, ആ ഭിത്തിയിട്ട് 3 പ്രാവശ്യം വരച്ചു. അളിയ മെഡില്ല ബ്ലാങ്കറ്റ് ഇവിടെ പറയാം, എനിക്കറിയാം. എന്റെ പെടലേരമ്പോ അടിച്ചോടിച്ചു സാറേ. അയ്യോ എന്റെ പൊന്നു സാറ്. പക്ഷെ ഒരു കാര്യം പറയാം, എനിക്ക് തിരിച്ചു തന്നെ അറിയാൻ പറഞ്ഞിട്ടല്ല. യഥാർത്ഥ കലാകാരൻ ഒരു അക്രമകാരി ആകരുത്. ഒരു കാര്യം ഞാൻ പറയാം, എനിക്കെന്തെങ്കിലും സംഭവിച്ച മലയാള നാടകവേദിക്ക് അതൊരു തീര നഷ്ടമായിരിക്കും. ഒരു വലിയ തീര നഷ്ടവും. ഓർത്തോ? കരങ്ങ് സാറേ, ഈ ഇരിക്കുന്ന സ്വർണവും തങ്കമൊക്കെ അത്ര മോശം ടീമൊന്നും അല്ല. ഈ നീളവാ നാക്കിന് എന്നാ ഒച്ചപ്പാടായിരുന്നല്ലോ. ചെവിയാക്കാൻ മേലാത്ത ഞാൻ പോലും ഞെട്ടിപ്പോയി. അത്ര ഹൗണ്ട. ഒരു സെക്കൻഡ്, ഒരു ഫോട്ടോ എടുത്തു. വലിയൊരു അടി ഉണ്ടാവാൻ പാടില്ലേ, ഇനി വേറൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ. ശരിക്കും പറഞ്ഞാ അന്ന് ഒരു കാര്യമില്ലാതെ ഒരു വഴക്കിന് വന്നത്. ആ ദേഷ്യത്തിന് എടുത്തു വെച്ചതാ ഞാൻ. 2 ദിവസം കഴിയുമ്പോ കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നതാ. എന്നാലും എന്റെ തങ്കം, നീ വെറുതെ എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. പോട്ടെ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധാരണയായല്ലോ. അല്ല, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ കുടുംബശ്രീ അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി എന്നൊക്കെ പറയുന്നത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ്. അപ്പം അതിന് അതിൻ്റെതായ നിലയും വിലയും കൊടുക്കേണ്ടത് ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. പോടി. ഇപ്പൊ മനസ്സിലായില്ലേ ഇത്രയേ ഉള്ളു കാര്യങ്ങളൊക്കെ. സാറേ രക്ഷിക്കണം സാറേ. എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരിക്കാ സാറേ. എന്തിനാ? ഞാൻ ഈ പെണ്ണുമ്പളുടെ മോതിരം വിഴുകിന്ന് പറഞ്ഞ് ആരോ വിളിച്ചു പറഞ്ഞു. എനിക്ക് സാറേ അതല്ല, അടിച്ച് ഫിറ്റായിട്ട് ഈ ചേച്ചിയുടെ കമ്മലെടുത്ത് വിഴുങ്ങിന്ന് പറഞ്ഞിരുന്നു. മോതിരമല്ലേ കമ്മല്? കമ്മല് ആണോ? അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഇപ്പൊ വിളിച്ചിരുന്നു. അയ്യോ സാറേ രക്ഷിക്കണം. ഞാൻ സ്റ്റേഷനിൽ വിളിച്ചായിരുന്നു. ആ ഇവിടെ സ്റ്റേഷനിൽ വിളിച്ചെങ്കിൽ പോലീസ് നയം വരും, മണപ്പിക്കും, പിടിക്കും, കടിക്കും. അയ്യോ സാറേ, സാറേ രക്ഷിക്കണം. അഥവാ പോലീസ് പിടിച്ചാൽ സാർ ആ ഭാഗത്തൊന്നും വരല്ലേ. പരിചയമുള്ള പോലീസുകാർ കൂടുതലിടിക്കുമല്ലോ, അതുകൊണ്ടാ.